എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചേനത്തണ്ടും ചെറുപയറും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള വളരെ പഴമയുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് ചെറുപയർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് 2-3 തവണ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത പയർ നമുക്കിനി വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പയർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചേനത്തണ്ട് അരിഞ്ഞെടുക്കാം. ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള ചേനയുടെ തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് മുന്നേ തന്നെ ഇത് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇതേപോലെ ഇതിന് പുറകുവശത്തുള്ള ഈ തൊലി നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. പുറത്തുള്ള ഈ പച്ച കളർ തോല് ഫുള്ളായിട്ടും പിന്നെ ഒന്ന് ഇളക്കി മാറ്റിക്കളയണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് അകത്തുള്ള വെള്ള ഭാഗം മാത്രമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടും ഇതേപോലെ നന്നായിട്ട് തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തോല് കളഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഓരോന്നെടുത്ത് ഇതേപോലെ മുകൾ വശം നന്നായിട്ടൊന്ന് കൊത്തി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിനുള്ളിലെ നീര് കയ്യിലേക്ക് തെറിച്ചാൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞെന്ന് വരും. 2 തണ്ടും നമുക്ക് ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 തണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞെടുത്ത തണ്ട് തോരൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ കഴുകി അരിഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഇത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നേരത്തെ വേകാൻ വെച്ചിരുന്ന പയറിപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളത്തോടു കൂടി തന്നെ പയർ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തോരൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കാം. ഇപ്പോൾ അടുപ്പിൽ വെച്ച് കൊടുത്ത ചേനത്തണ്ട് 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും അരപ്പും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ആവി കയറി ചേനത്തണ്ട് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തുറന്നിട്ട് വെള്ളം എന്തെങ്കിലും അതിനകത്ത് ശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വറ്റിച്ച് നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചേനയൊക്കെ പരുവായി വരുന്ന സമയമാണല്ലോ. അപ്പോൾ ചേന കിളയ്ക്കുന്ന സമയത്ത് ചേനയുടെ തണ്ട് കൊണ്ട് ഈ ഒരു തോരനൊന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചിക്കി തോർത്തി വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു താളിച്ചതും കൂടി ഒഴിക്കുമ്പോൾ തോരൻ നല്ല സൂപ്പർ ടേസ്റ്റായി കിട്ടും. താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള ചേനത്തണ്ട് ചെറുപയർ തോരൻ റെഡിയായി കഴിഞ്ഞു. പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു തോരനാണ്. ഈ ഒരു രീതിയിൽ ചേനത്തണ്ട് കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.